ചെടിച്ചട്ടിയിൽ പുതുതായിട്ട് നമ്മൾ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിവിടെ നട്ടുകൊടുക്കാൻ പോകുന്നത് ഒരു മണി പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് മണലാണ്. മണൽ നമ്മൾ ചേർക്കുന്നത് മണ്ണ് കട്ട പിടിച്ച് പോകാതിരിക്കാനും വേര് നന്നായി ഓടാനും വേണ്ടിയിട്ടാണ് നമ്മളിതിൽ മണൽ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ ഓരോ അളവുകളും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എത്ര എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ചട്ടിക്കനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇപ്പോൾ മഴയൊക്കെ നനഞ്ഞിട്ട് ഒട്ടിയ മണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെയിലത്തൊക്കെ വെച്ചിട്ടൊന്ന് ഉണക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ അങ്ങനെ വലിയ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചകിരിച്ചോറാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ചെടികളൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചകിരിച്ചോറ്. അല്ലെങ്കിൽ നമുക്കിത് ഓൺലൈനിലും അവൈലബിൾ ആണ്. ഇനി ഇതിലേക്ക് ഞാനൊരു ജൈവവളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ നിറക്കാനുള്ള പോട്ടിംഗ് മിക്സ്ചർ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടി സെലക്ട് ചെയ്യുക. പിന്നെ ഇതിന് അത്യാവശ്യം ഹോളുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മുടെ അധികമുള്ള വെള്ളമൊക്കെ അതിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് ധാരാളം ഹോളുള്ള ചട്ടികൾ വാങ്ങുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഹോള് കുറവാണെങ്കിൽ നമ്മളതിന് ഹോളുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ മുമ്പ് ചെടി നട്ട ചട്ടിയൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ മിശ്രിതം ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഹോളിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ പൊട്ടിയ ഓടിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ പൊട്ടിയ ചട്ടിയുടെ കഷ്ണങ്ങളോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെക്കുന്നത് നമ്മുടെ മണ്ണ് ആ ഹോളിൽ പോയിട്ട് അടഞ്ഞു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. ഇതിൽ അധികമുള്ള വെള്ളമൊക്കെ വലിച്ചെടുക്കാൻ കരിയില നല്ലതാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ മിശ്രിതം ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടി അതിൻ്റെ മുകളിലൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ മുകളിൽ നിന്ന് താഴേക്ക് 4-5 സെൻറ്റിമീറ്റർ വരുന്ന വിധത്തിലാവണം നമ്മുടെ ചെടിയുടെ പൊസിഷൻ വരേണ്ടത്. ഇനി ഇതിൻ്റെ കവർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തെ മണ്ണ് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കവർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് നനച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും, അത് പൊടിഞ്ഞു പോവില്ല. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വേര് ഭാഗം കഴിഞ്ഞിട്ട് മുകളിലേക്ക് അതിൻ്റെ തണ്ട് ഭാഗം കൂടി മൂടിയിട്ട് മണ്ണ് ഇട്ട് കൊടുക്കരുത്. ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ മണി പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണി പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. സെമി ഷെയ്ഡിൽ നന്നായി വളരുന്ന പ്ലാന്റ് ആണ് മണി പ്ലാന്റ്. ഇതിന് കൂടുതൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.